പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. ചെന്താമര 20 ലക്ഷം പിഴ ഒടുക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. സുധാകരന്റെ മൂത്ത മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. നാടിനെ നടുക്കിയ ഇരട്ടക്കൊലക്കേസിൽ 1.5 വർഷത്തിന് ശേഷമാണ് ഇന്ന് വിധി പറഞ്ഞത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും സൈക്കോളജി, സൈക്കാട്രി റിപ്പോർട്ടുകൾ ഇത് ശരിവെക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പ്രതിക്ക് മാനസാന്തരം ഉണ്ടാക്കില്ലെന്നും പ്രതിയുടെ വ്യക്തിവിരോധം മാത്രമാണ് ക്രൂരതയ്ക്ക് പിന്നിലെന്നും കോടതി വിധിന്യായത്തിൽ രേഖപ്പെടുത്തി. ചെന്താമരയെ വെറുതെ വിട്ടാൽ വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പിഴത്തുകയായി വിധിച്ച 20 ലക്ഷം രൂപ സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും ഈ തുക പ്രതിക്ക് നൽകാനായില്ലെങ്കിൽ ഇത് സർക്കാർ നൽകണമെന്നും വിചാരണ കോടതി ഉത്തരവിട്ടു. അയാൾക്ക് പെട്ടെന്ന് ഒരു സുമുഹൂർത്തത്തിൽ അയാൾക്ക് റീമോഴ്സിന് റിഗ്രറ്റിന് ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളും ഞെട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ 15-ാം തീയതി അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 15-ാം തീയതി ഇവിടെ അയാൾ ഒന്നും പറയാത്ത ആൾ അതിനുശേഷം നമ്മൾ ഡെത്ത് പെനാൽറ്റി തന്നെ വേണം എന്ന് പറഞ്ഞ ശേഷമാണ് അയാൾക്ക് അങ്ങനെ ഒരു വീണ്ടും വിചാരം വന്നത് എന്നുള്ളത്. അപ്പോൾ അത് കോടതി അത് കാര്യമായിട്ട് എടുത്തിരുന്നു. ഇല്ല, ഇത് അപ്പീൽ ഹൈക്കോടതി ഇതെല്ലാം വീണ്ടും പരിഗണിച്ചിട്ട് മാത്രമേ അയാളെ ഡെത്ത് സെൻറ്റൻസ് വിധേയമാക്കുള്ളൂ. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു ഇരട്ട കൊലപാതകം. ചെന്താമരയുടെ ഭാര്യ വീട് വിട്ടു പോകാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന സംശയത്തെ തുടർന്നായിരുന്നു ക്രൂരകൃത്യം. കേസിൽ 132 സാക്ഷികളായിരുന്നു ഉണ്ടായിരുന്നത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളും പോലീസ് കോടതി സമർപ്പിച്ചു. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ വിചാരണ നീണ്ടു. 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.